ഓരോ ഫേവറേറ്റ്സ് ഉണ്ടാവും. അത് ഫുഡിലാവട്ടെ, ഡ്രസ്സിലാവട്ടെ, അങ്ങനെ പല പല കാര്യങ്ങളാവട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭൂരിഭാഗം പേർക്കും ബിരിയാണി ആട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ കൂടുതലിഷ്ടം. അതും ചിക്കൻ ബിരിയാണി. സത്യം പറഞ്ഞാൽ അതൊക്കെ കൂട്ടി കഴിക്കുന്നൊരു സുഖം വേറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫുഡ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉപ്പപ്പാൻ്റെ കൂടെ എൻ്റെ ഉപ്പപ്പാൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഞാനും എൻ്റെ ഉപ്പപ്പയും ഒറ്റക്കല്ല കേട്ടോ പോയത്. ഞങ്ങൾ രണ്ടാളും പിന്നെ എൻ്റെ കുറച്ച് കസിൻസും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ പോയത്. അവിടെ പോയപ്പോഴാണെങ്കിൽ നിറച്ചും മാങ്ങ. അതാണ് കൊലേനെ ഉള്ളത്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാങ്ങ എനിക്കൊരു വീക്ക്നെസ് ആണല്ലോ. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ സ്വർണ്ണാഞ്ചൽ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ കുറച്ച് ഗപ്പി മീനുകളും ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസ് ആയതുകൊണ്ട് പറയാല്ല, ആ മീനൊക്കെ അവിടെ സമാധാനത്തിൽ ജീവിക്കാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റങ്ങളെ ഞെക്കി പിഞ്ഞ് കളിക്കുന്നവർ. ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ച് പോയതിന് ഞാൻ. അപ്പോഴാണെങ്കിൽ വീണ്ടും മാങ്ങ. അതും നീണ്ട നല്ല തടിച്ചു വരുന്ന വലിയ മാങ്ങ. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അത്തിപ്പഴം. ഇതൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടുമോ? ഇല്ല, വിടൂല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ 2 പറിച്ചിരുന്നു. അത് നേരെ വരെയൊക്കെ പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിന് സ്വരം കൊടുക്കുമല്ലോ, പറിക്കുമല്ലോ. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ നല്ല വലിയ ചക്ക ഉണ്ടായിരുന്നു. അതും പറിച്ചയച്ചൊരു ചുളയും തിന്നപ്പോഴാണ് മനസ്സിനും വേറെ ഒരു റാഹത്ത. അപ്പോഴാണെങ്കിൽ നേരത്തെ നോക്കി വെച്ചിരുന്ന മാങ്ങ പറിക്കായിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അതും പറിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഇന്ന് തീർത്തിനുള്ളൂ. ബാക്കിയുള്ള ഞാൻ അടുത്ത വീഡിയോ ഇടാം. സോ ബൈ.